നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത്യാവശ്യമുള്ളതൊക്കെ എടുക്ക്. നമുക്ക് മറ്റൊന്ന് രണ്ട് ജ്വല്ലറി കൂടി പോവാം. എന്നിട്ട് അവിടെ നോക്കാം. ഇതെങ്ങനെയുണ്ട് നന്ദേട്ടാ? എന്നോടല്ല, ധനുഷിനോട് ചോദിക്കും. സൂപ്പറാ, അടിപൊളി. നീ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ കൂടെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കണ്ട. ഇത് നിന്റെ നാടൊന്നുമല്ല. അവർക്ക് എന്തേലും സംശയം തോന്നിയാ അപ്പൊ നിന്നെ പൊക്കിക്കൊണ്ട് പോവും. പിന്നെ എനിക്ക് ഇടിയുടെ പൂരമായിരിക്കും. അതുകൊണ്ട് പല വേഷത്തിലും പോലീസ് വന്ന് പല രീതിയിലും ചോദിക്കും. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. സംസാ മനസ്സിലായി. വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ആരാ? എന്റെ പേര് അർച്ചന. കുറച്ച് ദൂരെന്നാ ഞാൻ വരുന്നത്. എന്താ കാര്യം? 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അത് എന്റെ ഏട്ടനായിരുന്നു. ആ അപകടത്തിന്റെ കാര്യത്തില് ചെറിയൊരു സംശയമുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. അതിനായിട്ട് വന്നതാ ഞാൻ. അതിന് ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോന്നല്ലാതെ ഞാനൊന്നും കണ്ടിട്ടില്ല. എനിക്കൊന്നും അറിയേയില്ല. അയ്യോ, ചേച്ചിയോട് ചോദിക്കാനല്ല ഞാൻ വന്നത്. ദേ, ആ പുറത്തിരിക്കുന്ന CCTV ക്യാമറയില് ആക്സിഡന്റ് പതിഞ്ഞു കാണും. ആ വിഷ്വൽസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. പറ്റില്ലെങ്കിലോ? ഈ നടു റോഡില് അങ്ങനെ പലതും നടന്നു കാണും. അത് ക്യാമറയെ പിടിച്ച് പുറത്തു കൊടുക്കലല്ല ഞങ്ങളുടെ ജോലി. ഇവിടെ ക്യാമറ വച്ചിരിക്കുന്നതേ ഞങ്ങളുടെ ആവശ്യത്തിനാ, അല്ലാതെ നിങ്ങളുടെ സംശയം തീർക്കാനല്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു തെളിവായത്. അതാ ഇത്രയും ദൂരം വന്നതും ഇവിടെ കാത്തു നിന്നതും. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അങ്ങനെ പറയൂ. ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് ഇന്നലെ മറ്റാരോ വന്നിരുന്നു എന്ന് മോൻ പറയുന്ന കേട്ടു. നടുറോഡിൽ നടന്ന ആക്സിഡന്റിന്റെ പേരും പറഞ്ഞ് ഈ കണ്ട ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനാ? ഇന്നലെ ആരാ വന്ന്? അതൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഓരോരുത്തരായിട്ട് ഇവിടെ കയറി വന്ന അവസാനം ഞങ്ങളും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. അതിനൊന്നും ഇവിടെ ആർക്ക് സമയവുമില്ല, താല്പര്യവും ഇല്ല. കൊച്ചു പോവാൻ നോക്ക്. ചേച്ചി ചേച്ചി, നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കുഴപ്പം വരാതെ നീ നോക്കണ്ട. ഞങ്ങൾക്കറിയാം അത്. അതുകൊണ്ടാണ് പറ്റില്ലാന്ന് പറഞ്ഞേ. അതിനായിട്ട് നിന്നേ സമയം കളയണ്ട. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, അത്ര തന്നെ. ചേച്ചി,
അത്യാവശ്യമുള്ളതൊക്കെ എടുക്ക്. നമുക്ക് മറ്റൊന്ന് രണ്ട് ജ്വല്ലറി കൂടി പോവാം. എന്നിട്ട് അവിടെ നോക്കാം. ഇതെങ്ങനെയുണ്ട് നന്ദേട്ടാ? എന്നോടല്ല, ധനുഷിനോട് ചോദിക്കും. സൂപ്പറാ, അടിപൊളി. മോളെ അതിങ്ങ് തന്നെ. ഇത് നിനക്ക് ചേരില്ല. ധനുഷ് അടിപൊളിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ധനുഷിന്റെ സെലക്ഷൻ അത്ര പോരാന്ന്. കൺമുന്നിൽ നല്ലതുണ്ടായിട്ടും ഇതിനെ തന്നെ ധനുഷ് സെലക്ട് ചെയ്യോ? ആ മാല ഇങ്ങെടുത്തേ. ഇത് കൊള്ളാം. ഇത് നിനക്ക് ചേരും. ഇത് പഴയ മോഡലാ അല്ലേ ധനുഷ്? അതെ അതെ, പഴയ മോഡലാ. പഴയ മോഡലാ ധനുഷ് എപ്പോഴും നല്ലത്. പഴക്കം ചെല്ലും തോറും വിലയും കൂടും. അതിതുവരെ ധനുഷിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മിന്നുന്നതെല്ലാം നല്ല സ്വർണ്ണ ആയിരിക്കില്ല ധനുഷ്. അതുകൊണ്ട് പഴയത് തന്നെ മതി. അതാവുമ്പോ തനി തങ്കമായിട്ട് എന്നും കൂടെ ഉണ്ടാവും. ഹലോ മാഡം, അപകടം നടന്ന ആ ചായക്കടയിൽ അർച്ചന വന്ന് എന്തൊക്കെയോ തിരക്കിട്ട് പോയി. അയാൾക്ക് പിന്നെ ഒന്നും അറിയാത്തോണ്ട് പ്രശ്നമില്ല. പക്ഷേ എതിരെയുള്ള ആ CCTV ഉള്ള വീട്ടില് അവള് പോയിരുന്നു. അല്ല, അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. അവിടുത്തെ CCTV വിഷ്വൽസ് അവൾക്ക് കിട്ടിയാൽ അതോടെ എല്ലാം തീർന്നു. എന്നാ നീ ആ വീട്ടിൽ പോയി ഒന്ന് തിരക്ക്. അല്ല, ഞാൻ ഇന്നലെയും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയതാ. പക്ഷേ ആ വീട്ടിലെ സ്ത്രീ ഒരു വല്ലാത്ത സ്ത്രീയാ. കണക്ഷൻ നോക്കാനാണെന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറയാൻ അവരെ സമ്മതിക്കണ്ടേ? ആ നീ വെക്ക്, ഞാൻ ധനുഷുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആ ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.